إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ടാവുകയും അതിലേകദേശം 120ഓളം ആളുകൾ മരണപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഒരു വേളയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, സ്മരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മളോട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് അവിടെ സംഭവിച്ച അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അള്ളാഹിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് അല്ലാഹു ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറയുന്നു. ആ കാഴ്ചകളെല്ലാം കാണുമ്പോൾ പത്രമാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ടുന്ന, നമുക്ക് ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിക്കൊണ്ട് ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്, കുൽ സീറൂ ഫിൽ അർള്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, സീറൂ ഫിൽ അർള്, ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ. സുമ്മൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സത്യത്തെ കളവാക്കിയ ആളുകൾക്ക് ലഭിച്ച ശിക്ഷകളെ കുറിച്ച് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ യാത്ര ചെയ്യുക. മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തം അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ കളവാക്കുകയും അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ എപ്രകാരമാണ് വന്നതെന്ന് നമുക്ക് ചരിത്രത്താളുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ആ സമയത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, തെറ്റുകൾ, തിന്മകൾ, തോന്നിവാസങ്ങൾ, നെറികേടുകളുമെല്ലാം ചെയ്തുകൊണ്ട് ജീവിതത്തെ തള്ളി നീക്കുമ്പോൾ ആലോചിക്കേണ്ടത്, ഒറ്റ നിമിഷം കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്ന, അടയാളപ്പെടുത്തുന്ന സംഭാവനകളാണ്. ഒരു നിലക്ക് നോക്കുമ്പോൾ അവരുടെ മരണം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഏത് സമയവും വന്ന് ഭവിക്കാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തങ്ങളാണ് അവർക്ക് മേൽ വന്നത്. അവർ അറിഞ്ഞിരുന്നില്ല. നാളേക്ക് വേണ്ടി നന്മകൾ മാറ്റിവെച്ചിരുന്നവരായിരുന്നവർ ഭൂരിഭാഗവും. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മക്ക് ഈ സമയം ഒരു നിർത്തിവെക്കലുമില്ലാതെ നാളേക്ക് വേണ്ടി നാളെ ഞാൻ മാറ്റിവെക്കാം ആ തിന്മ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു അതിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷേ നാളെ എന്നൊരു ദിവസം അവർക്ക് ലഭിച്ചില്ല. നമുക്ക് ലഭിച്ച ഓരോ സമയവും അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഇത് ലഭിക്കാത്ത ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നത് കാണാം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു വ്യക്തമാക്കുന്നു. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളെ കുറിച്ച് വിവരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. എന്താണ് അല്ലാഹു പറയുന്നത്? ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അവർക്ക് ശിക്ഷ വരികയില്ല എന്നവർ വിചാരിച്ചിരിക്കുകയാണോ? ഭയമില്ലാത്ത ആളുകളായിക്കൊണ്ട് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും നിർഭയരായിക്കൊണ്ടില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പിലെ വയനാട് ജില്ലയിൽ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. അതിന് സമയം നമുക്കറിയാം രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ്, മധ്യഭാഗത്ത് അന്ത്യയാമങ്ങളിൽ അടുക്കുന്ന ആ സമയത്താണ്. ആരാണ് വിചാരിച്ചത് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നു? അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാന്റെ ശിക്ഷ വന്ന് ഭവിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അള്ളാന്റെ ശിക്ഷ ഏത് സമയവും സന്ദർഭത്തിലും നമ്മളേക്ക് കടന്നു വരാം. അപ്പോ ആ ഒരു സമയത്ത് അല്ലേ, നമ്മൾ ഓരോ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അള്ളാന്റെ ശിക്ഷ വരുന്നതെങ്കിൽ തോന്നിവാസികളായിട്ടാണ് മരണപ്പെടുക അല്ലെ? അവസാനം ഏത് നിലയിലാണോ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ലോകത്ത് അവന്റെ വിചാരണ. പ്രിയമുള്ളവർ, ആലോചിക്കണം. നമ്മുടെ ചുറ്റിലും നടക്കുന്ന ദുരന്തങ്ങളൊക്കെയും അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നാളെ ഞാനും നിങ്ങളും ഓരോരുത്തരും പോകേണ്ടവരാണ്.
നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കൂട്ടുകാരൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പ്രവർത്തനം പ്രിയമുള്ളവരെ അള്ളാന്റെ ചോദ്യമായിട്ട് വരുമ്പോൾ അതിനുത്തരം നൽകാൻ നമുക്ക് എന്താണുള്ളത്? അല്ലേ? എന്ത് കാണിക്കും? നമ്മളിവിടെ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ തിന്മ പിടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ന്യായങ്ങളും വാദങ്ങളും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, കളവ് പറയാറുണ്ടല്ലോ രക്ഷപ്പെടാൻ. അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ എന്ത് മാർഗമാണ് നമ്മൾ തേടുക? അള്ളാഹിനോട് പറ്റിക്കാൻ പറ്റുമോ? അള്ളാഹിനോട് നുണ പറയാൻ പറ്റുമോ? ഇല്ല. ഒരു CCTV ക്യാമറയെ പേടിച്ചുകൊണ്ട് മോഷണം നടത്താത്ത കള്ളന്മാരുണ്ട്. പക്ഷേ ലോകം മുഴുവൻ കൃത്യമായി നിരീക്ഷിക്കുന്ന റബ്ബിനെ പേടിച്ചുകൊണ്ട് എന്ത് നമുക്ക് ജീവിക്കാൻ കഴിയാത്തത്? ഇതാണ് നമ്മുടെ ചോദ്യം. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തതെന്തേ? നന്മകൾ ചെയ്യാൻ സാധിക്കാത്തതെന്തേ? ചില ആൾക്കാരോടൊക്കെ പള്ളി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയൂല. നന്മകൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സ് സമ്മതിക്കൂല. അവരുടെ മനസ്സ് ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാലോചിക്കുക. അള്ളാഹിന്റെ വിളി വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് നിങ്ങളെ അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുത്തരം നൽകി സന്തോഷത്തോടെ പോകാൻ സാധിക്കുമോ എന്നത് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഓരോ ദിവസവും സിമ്പിളായിട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ടല്ലോ. ആ കാര്യങ്ങളെയൊക്കെ കുറിച്ച് അള്ളാഹുവിന്റെ ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പറയാൻ എന്തുണ്ട് തൻ്റെ കയ്യിൽ? സ്വഹാബാക്കൾ പേടിച്ചത്, സങ്കടപ്പെട്ടത്, കരഞ്ഞത്, തൻ്റെ ശരീരം പോലും സമർപ്പിച്ചത് വെറുതെ ഒന്നുമല്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, ആ ആളുകളുടെ ഈമാനിന്റെ ഒരു തരി, ഒരു അംശം നമുക്കുണ്ടോ? ജനിച്ചപ്പോൾ മുതൽ മുസ്ലിമിന്റെ നാമം ചാർത്തി നടക്കല്ലേ? അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. പ്രകൃതി ദുരന്തങ്ങൾ ഓരോ സമയങ്ങളിലും പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക. ചൈനയിലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ടെക്സസിലും അടക്കം എത്രയോ വെള്ളപ്പൊക്കങ്ങളും മറ്റു ദുരന്തങ്ങളും നമ്മൾ കാണുകയാണ്. ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം കൃത്യമായി ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇസ്ലാമിക നാമം ധരിച്ചതുകൊണ്ടോ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. വില്ലേജ് ഓഫീസിൽ റിലീജിയൻ ചോദിക്കുമ്പോൾ, മതം ചോദിക്കുമ്പോൾ അവിടെ എഴുതാൻ മാത്രം ഒരു മതം ഉള്ളവനായി മാത്രം മാറുന്നൊരു സന്ദർഭമാണ്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയണം. എപ്രകാരം? ആ പ്രവാചകന്റെ സ്വഹാബത്തുകൾ 50 തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറായത് എന്താണെന്നറിയോ? ആ പ്രവാചകനോട് ഇഷ്ടമുള്ളതുകൊണ്ടാ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം അവർ ഉപേക്ഷിക്കാനുള്ള കാരണം അള്ളാന്റെ നിയമം അവർക്ക് വന്ന് ഇറങ്ങിയതുകൊണ്ടാണ്. അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെയും നമുക്ക് മുന്നിലുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ, അതനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്തേ? അഹങ്കാരത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാറാൻ കഴിയണം. നാളേക്ക് മാറ്റിവെച്ചാൽ കഴിയില്ല. ആരാണ് നാളെ എന്ന് പറയുന്നൊരു ദിവസം നിനക്കുണ്ട് എന്ന് പറഞ്ഞു തന്നത്? ആരെങ്കിലും നിനക്ക് തെളിവ് വന്നോ? നാളെ ജീവിച്ചിരിക്കും. പോട്ടെ, ഇത് കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് ഉറപ്പാണുള്ളത്. ഏത് സമയവും അള്ളാന്റെ പരീക്ഷണം കടന്നു വരാം. അള്ളാന്റെ ശിക്ഷ ചെറുതൊന്നുമല്ല പ്രിയമുള്ളവരെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ, സങ്കടപ്പെട്ട അള്ളാന്റെ ശിക്ഷകളെ ഓർത്ത് നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നമസ്കരിക്കുമ്പോൾ അവിടെ ഓതുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ കേട്ടുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പള്ളിയിലേക്ക് ഖുതുബക്ക് വരുന്നത് കൊണ്ട് ഒരിക്കലും മുസ്ലിം ആവില്ല. അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരൊപ്പം നിൽക്കുമ്പോ അവൻ വലിയ സ്കിരിക്കണ ആള്, അവൻ വലിയ തക്കുവുള്ള ആള് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുമ്പോ നാണക്കേട് ആലോചിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത്, കബളിപ്പിക്കുന്നത്? ദുനിയാവാണോ വലുത്, ആഖിറമാണോ വലുത്? ആലോചിക്കണം നമ്മൾ. ദുനിയാവിൽ പലതും നഷ്ടപ്പെടാം. ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. നല്ല രൂപത്തിൽ
അങ്ങനെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നഷ്ടക്കാരാണോ നമ്മൾ? എത്ര തിന്മകൾ ഈ വയസ്സുവരെ 20, 30, 40, 50, 60 വയസ്സുവരെ ജീവിച്ചിട്ട് എത്രത്തോളം തിന്മകൾ ചെയ്തവരാണ് നമ്മൾ. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ കഴിയാത്തവരാണ് നമ്മൾ. കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് അള്ളാഹുവിലേക്ക് പാപമോചനം തേടുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ ചിരിക്കുന്നത് കാണുമ്പോൾ പിന്നെ അവൻ ഒരിക്കലും അള്ളാഹുവിനോട് തേടുന്നില്ല. അവൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ കാണിക്കാനും വേണ്ടിയും കൂട്ടുകാരെ കാണിക്കാനും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുക. ഓരോ സമയവും അള്ളാഹ് നൽകിയ അനുഗ്രഹമാണെന്ന ചിന്തയോടെ ആലോചിച്ച് ജീവിക്കുക. ആർക്ക് വേണ്ടിയിട്ടാ? അള്ളാന്റെ പ്രവാചകൻ അതിന് പ്രതിഫലമുണ്ട്, ഇതിന് പ്രതിഫലമുണ്ട്, ആ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? ആ പ്രവാചകന് വേണ്ടിയിട്ടാണോ? അല്ല. ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ കുറേ അധികം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കുറേ അധികം ത്യാഗങ്ങൾ സഹിച്ചേ മതിയാവും. ജീവിതത്തിലുടനീളം പരീക്ഷണം വന്നാലും പ്രിയപ്പെട്ടവരെ, നാളേക്ക് വേണ്ടി ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. ആ ചിന്തയോടെ ജീവിക്കുക. ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് നൽകുന്ന ഓരോ ചിന്തകളുണ്ട്. ടെക്സസ് എത്ര വലിയ നാടാണ്. ആ നാട് എത്ര സമ്പന്നരുടെ നാടാണ്. അള്ളാന്റെ പരീക്ഷണം വന്നപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും കഴിഞ്ഞോ? ഇല്ല. അലേർട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞോ? അതുമില്ല. ഇത്രയുള്ളൂ മനുഷ്യൻ. അള്ളാന്റെ പരീക്ഷണം വരുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയണം. ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാശത്തിൻ്റെ അങ്ങേയറ്റത്തേക്കാണ് നമ്മുടെ ജീവിതം. മുസ്ലിമായി എന്നതുകൊണ്ടൊരു കാര്യമില്ല. മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പയും ഉമ്മയും നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്. അതുകൊണ്ട് മോൻക്കും മോൾക്കും ഒരു ഉപയോഗവുമില്ല. ഉപയോഗം എപ്പോഴാ? കോളേജുകളിലും ക്യാമ്പസുകളിലും സ്കൂളിലും കലാലയങ്ങളിലുമൊക്കെയും, അല്ലെങ്കിൽ ഒറ്റക്കായി നിൽക്കുന്ന സമയത്ത് അള്ളാനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവർക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ജീവിതം വേസ്റ്റാണ്, മലിനമാണ് എന്ന ചിന്തയോടെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം കൃത്യമായ രൂപത്തിൽ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവർ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വലിയ ആൾക്കാരുണ്ടായിട്ടും നല്ല സമ്പത്തുണ്ടായിട്ടും അള്ളാന്റെ പരീക്ഷണത്തെ അവർക്ക് ഒരു അതിർവരമ്പ് വെക്കാനോ അതിനെ തടുക്കാനോ കഴിഞ്ഞില്ല എന്നാണ്. അള്ളാഹ് നൽകിയ ആയുസ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനും നീയും അടക്കമുള്ളവർ ഒരു നരകത്തിലാണ്. ആ നരകത്തിലെ ശിക്ഷകൾ ഏറ്റവും ഭയാനകത നിറഞ്ഞതാണ്. ഇവിടെ വലിയ സുഖം ഉണ്ടാവും, അല്പസമയത്തിന് സന്തോഷവും സുഖവും ആനന്ദവും ഒക്കെ നൽകുന്ന തിന്മയായിരിക്കും നീ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതിന് നീ അനുഭവിക്കുന്ന ശിക്ഷയുണ്ട്. ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോയ കുറേ തിന്മകളുണ്ട്. 20, 25, 40 വയസ്സ് വരെ ജീവിച്ച ആളുകൾ ഈ വയസ്സ് വരെ ചെയ്ത തിന്മകൾ ഓർമ്മ ഉണ്ടാവും? ഇല്ല. ആലോചിച്ച് നോക്കുമ്പോൾ 2-3 കിട്ടുള്ളൂ. പക്ഷേ തിന്മകൾ എത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ തിന്മകളൊക്കെ റബ്ബ് പുറത്തു തരണമെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹിൻ്റെ വിളി ഏത് സമയവും വരാം. രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ തിരഞ്ഞേ മതിയാവും. അതുകൊണ്ടാണ് സ്വഹാബാക്കൾ ഇരുന്ന് കരഞ്ഞതും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലേക്ക് ഓടിയെടുക്കാനുള്ള കാരണം അതാണ്. ഈ ദുനിയാവിൽ ഏത് സമയവും വിട്ടുപോകും. സമ്പത്തും മക്കള് കുടുംബം എല്ലാം വിട്ടുപോകും. പക്ഷേ
താൻ ചെയ്ത അമലുകൾ കൃത്യമായിട്ട് തൻ്റെ അടുക്കലുണ്ടാവും. രക്ഷപ്പെടാനുള്ള മാർഗം തേടണോ? നമ്മൾ പ്രയത്നിച്ചേ മതിയാവും. കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കും, കൂട്ടിനുണ്ടാവില്ല. തോളി കൈയിട്ട് നടക്കണവൻ വരെ സ്കരിക്കാൻ സമയത്ത് അല്ലെങ്കിൽ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവനായിരിക്കാം. അതൊന്നും അവിടെ ഒരു എക്സ്ക്യൂസസേ അല്ല. സ്വന്തം കാര്യം സ്വന്തം നോക്കുക എന്നതേ ഉള്ളൂ. രക്ഷപ്പെടുത്തുമ്പോൾ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ നമ്മൾ തേടാനാണ്. പക്ഷെ അത് അടുത്ത ഖുത്ബകളിൽ നമുക്ക് അതിൻ്റെ കാരണങ്ങൾ, അള്ളാഹിൻ്റെ ദുരന്തങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ നന്മകൾ ചെയ്യുന്ന, നന്മയിൽ മുന്നേറുന്ന സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ എത്രയോ പാകപ്പിഴവുകൾ, ന്യൂനതകൾ, തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ എത്രയോ ചെയ്തു പോയവരാണ് തമ്പുരാനെ. ഞങ്ങൾ എല്ലാം പുറത്തു മാപ്പാക്കി തരണേ താതാ. അള്ളാഹു റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു സ്വാലിഹായ മുറാദുൽ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽപ്പെട്ട കുറേ സത്യവിശ്വാസിനികൾ നിന്റെ അടുക്കിലേക്ക് നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വന്നിട്ടുണ്ട് റബ്ബേ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഖ്ലിസീങ്ങളിൽ, ഇസ്ലാമിൽ അടിയുറച്ച ഒരിക്കലും പതറാത്ത മുസ്ലിമിൽ അള്ളാഹു ഞങ്ങളെ ഇവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പള്ളിക്കും മദ്രസക്കും അതുപോലെ തന്നെ ഇസ്ലാമിക സദസ്സുകൾക്കും വേണ്ടി നിന്റെ മാർഗത്തിൽ ചെലവഴിച്ച, ഇല്ലായ്മയിൽ പോലും ചെലവഴിച്ചവരുണ്ട് നാഥാ. അവർക്ക് നീ സമ്പാദ്യത്തിൽ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അവർക്ക് മേൽ നീ നിഅമത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ഫിലിസ്തീനിലെ ജനതകൾ, ആ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി പാത്രം നീട്ടുന്ന, കരയുന്ന വീഡിയോകൾ കണ്ടവരാണ് നാഥാ. അവർക്ക് നീ ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവെ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, ഇസ്ലാമിൽ അടിയുറച്ച ഒരിക്കലും പതറാത്ത മുസ്ലിമീങ്ങൾ അള്ളാഹുവെ, ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ തമ്പുരാനെ. സ്വാലിഹായ മക്കളെ, സ്വാലിഹായ ഇണയെ നീ പ്രദാനം ചെയ്യണ തമ്പുരാനെ. അള്ളാഹുവെ, ഇഹ്ലോകത്തിന് പുറമെ ഇഹ്ലോകത്തും പരലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹിയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.